തിരുവനന്തപുരത്തെ റോഡ് കയ്യേറിയും ഗതാഗതം തടസ്സപ്പെടുത്തിയും പ്രവർത്തിക്കുന്ന തട്ടുകടകൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിന് മുൻവശം, വെള്ളയമ്പലം, ശാസ്തമംഗലം റോഡ്, കേശവദാസപുരം, MG കോളേജിന് മുൻവശം എന്നിവിടങ്ങളിൽ അനധികൃതമായി പ്രവർത്തിച്ചു വന്ന തട്ടുകടകൾക്കാണ് അടപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. പോലീസ് നൽകിയ നോട്ടീസ് വകവയ്ക്കാതെ പ്രവർത്തിച്ച തട്ടുകടകൾക്കും കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭക്ഷണം പാഴാക്കാതിരിക്കാൻ 11 മണിവരെ പ്രവർത്തനാനുമതി നൽകിയെങ്കിലും പരിശോധന കർശനമാക്കുമെന്നും പോലീസ് അറിയിച്ചു. അനധികൃതമായി പ്രവർത്തിക്കുന്ന തട്ടുകടകൾക്കെതിരെ ജനമൈത്രി യോഗങ്ങളിൽ മിക്ക റെസിഡൻസ് അസോസിയേഷനുകളും പരാതിപ്പെടാറുണ്ട്. കോട്ടൺ ഹിൽ ഭാഗത്തെ ഗതാഗത തടസ്സം സംബന്ധിച്ച് പ്രദേശവാസികൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ പരാതിയിലൂടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം പോലീസ് നടപടിയുണ്ടായത്. ശ്രീമൂലം ക്ലബിന് മുൻവശം മുതൽ കോട്ടൺ ഹിൽ LP സ്കൂളിന് മുൻവശം വരെയും, കേശവദാസപുരം MG കോളേജിന് മുൻവശം മുതൽ പരുത്തിപ്പാറ ജംഗ്ഷൻ വരെയും വൈകുന്നേരം തട്ടുകടകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർ റോഡ് വക്കിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് കാരണം ഏറെ തിരക്കേറിയ റോഡുകളിൽ കുരുക്കുണ്ടാകുന്നത് പതിവാണ്. ഇതാണ് പരാതിക്കിടയാക്കിയത്. പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധവുമായി തട്ടുകട നടത്തിപ്പുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. വഴിയാത്രക്കാർക്ക് തടസ്സം സൃഷ്ടിക്കാതെയാണ് തട്ടുകടകൾ പ്രവർത്തിക്കുന്നതെന്നാണ് കടയുടമകൾ പറയുന്നത്. ചില തട്ടുകടകൾ മാത്രമാണ് പോലീസ് അടപ്പിക്കുന്നതെന്നും മറ്റു ചിലർക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നുണ്ടെന്നും ആരോപണം ഉയർന്നുണ്ട്. സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും തട്ടുകടകളിലും ഭക്ഷ്യസുരക്ഷാ പരിശോധന നടത്തേണ്ട കോർപ്പറേഷന്റെ സെക്രട്ടേറിയറ്റ് ഹെൽത്ത് സർക്കിൾ 3 മാസമായി ഹെൽത്ത് ഇൻസ്പെക്ടർമാരില്ല എന്നുള്ള പരാതികളാണ്. മുൻപുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തതിനെതിരെ ഹെൽത്ത് ഇൻസ്പെക്ടർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പകരം ചുമതല നൽകിയ ഉദ്യോഗസ്ഥന് ജനന മരണ രജിസ്ട്രേഷന്റെ ചുമതലയും നൽകിയിട്ടുള്ളതിനാൽ ഹെൽത്ത് സർക്കാരിലെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ്. 3 മാസം മുൻപ് മറ്റൊരു ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ഥലം മാറി വന്നെങ്കിലും ചുമതല നൽകിയിട്ടില്ല. ബിനാമി പേരിൽ വൻകിടക്കാരാണ് നഗരത്തിലെ മിക്ക തട്ടുകളും ലക്ഷ്യമിടുന്നതെന്നാണ് പോലീസ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പറയുന്നത്. ഗൂഗിൾ പേ വഴി പണമടയ്ക്കാൻ സൗകര്യമുള്ള തട്ടുകടകളിൽ നടത്തിയ പരിശോധനയിൽ പല പേരുകളിൽ നടത്തുന്ന ചില കടകളിലെ വരുമാനം ഒരു അക്കൗണ്ടിലേക്കാണ് പോകുന്നതെന്ന് കണ്ടെത്താനായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഹോട്ടലിൽ പാകം ചെയ്യുന്ന ഭക്ഷണം ചിലർ വൈകിട്ട് തട്ടുകടകളിൽ വിളമ്പുന്നതെന്ന് കണ്ടെത്തിയതാണ്. വില കുറച്ച് ഭക്ഷണം കിട്ടുന്നതിനാൽ ഉപഭോക്താവിനും ചരക്ക് സേവന നികുതി നൽകേണ്ടതിനാൽ ഹോട്ടൽക്കാർക്കും ഇത് ലാഭമാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. കെട്ടിട നമ്പർ ഇല്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ തട്ടുകട നടത്തിപ്പിന് ലൈസൻസ് നൽകാൻ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന് കഴിയില്ല. ദേശീയ നഗര ഉപജീവന മിഷൻ എന്ന കേന്ദ്ര പദ്ധതി പ്രകാരമാണ് തട്ടുകടകൾക്ക് ലൈസൻസ് അനുവദിക്കുന്നത്. 25 ചതുരശ്ര അടി വിസ്തീർണം മാത്രമേ പാടുള്ളൂ. ലൈസൻസ് നേടുന്നവർ നേരിട്ട് കട നടത്തണം. ഭാര്യ, മക്കൾ ഉൾപ്പെടെ അടുത്ത ബന്ധുക്കളെ സഹായികളാക്കാം. കട നടത്തുന്നവർക്ക് ഹെൽത്ത് കാർഡും ഭക്ഷ്യസുരക്ഷാ ലൈസൻസും നേടിയിരിക്കണം തുടങ്ങിയ കർശന വ്യവസ്ഥകളോടെയാണ് ലൈസൻസ് അനുവദിക്കുന്നത്. എന്നാൽ കോർപ്പറേഷൻ പരിധിയിൽ പ്രവർത്തിക്കുന്നതിൽ 102 കടകൾക്ക് മാത്രമാണ് NULM ലൈസൻസ് അനുവദിച്ചിട്ടുള്ളൂ എന്ന് അധികൃതർ പറയുന്നുണ്ട്. അതേസമയം തട്ടുകടകൾക്ക് പ്രത്യേക വൈൻഡിംഗ് സോൺ അനുവദിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവ് കോർപ്പറേഷൻ നടപ്പാക്കിയിട്ടില്ല. ഗതാഗത കുരുക്കും പാർക്കിംഗ് പ്രശ്നവും പരിഗണിച്ചാണ് പ്രത്യേക മേഖല തട്ടുകടകൾക്ക് അനുവദിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പരിശോധിക്കാൻ കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയുടെ സാന്നിധ്യത്തിൽ കൊച്ചി കോർപ്പറേഷൻ കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്താറുണ്ടെങ്കിലും ഇവിടെ പേരിന് പോലും ഒരു പരിശോധനയില്ല.